ഇലക്ട്രൽ ബോണ്ടുകൾ കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായ നയങ്ങളെ സ്വാധീനിച്ചുവെന്നത് വ്യക്തം. കേന്ദ്രത്തിന്റെ വിവിധ അനുമതികൾക്കായി കാത്തുനിന്ന ഏതാനും കമ്പനികൾ സംഭാവന ചെയ്തത് 825 കോടി രൂപയാണ്. ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത 5 കമ്പനികൾ എടുക്കുകയാണെങ്കിൽ അതിൽ 3നെയും സംഭാവനയ്ക്ക് പരുവപ്പെടുത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ആദായ നികുതി വകുപ്പിനെയും ഉപയോഗിച്ചാണ്. ആകെ 12,156 കോടി രൂപയുടെ കണക്ക്. ഇതിൽ 6,060 കോടി രൂപ പോയത് BJPക്ക്, കോൺഗ്രസിന് 1,421 കോടിയും. നിലവിൽ പുറത്തു വന്നത് ഹിമക്കട്ടയുടെ അഗ്രം മാത്രമാണ്. പേര് വരാത്ത അംബാനിയും അദാനിയും പോലുള്ള വലിയ കമ്പനികളുണ്ട്. അവരുടെയൊക്കെ പണം ഊരും പേരുമില്ലാത്ത കമ്പനികളുടെ പേരിലായിരിക്കും ക്രയവിക്രയം ചെയ്യപ്പെട്ടത്. സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 2 കോടി രൂപ തിരിച്ചു വാങ്ങുന്ന രൂപത്തിലുള്ള ബോണ്ടായി ദേശാഭിമാനി വാങ്ങിയത് നമ്മുടെ മാധ്യമങ്ങൾ ദിവസങ്ങളോളം ആഴ്ചകളോളം ഇവിടെ ചർച്ച ചെയ്തു. ഇപ്പോൾ പുറത്തുവന്ന കണക്ക് പ്രകാരം 1,368 കോടി രൂപയാണ് സാന്റിയാഗോ മാർട്ടിൻ ബോണ്ടായി BJPക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒക്കെ നൽകിയത്. അതും തിരിച്ചു വാങ്ങാത്ത ബോണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കും, അല്ലെങ്കിൽ ചരമകോളം പോലെ ഒതുക്കും. സുതാര്യതയില്ലെങ്കിൽ ജനാധിപത്യം തകരുമെന്നതാണ് സിദ്ധാന്തം. അന്ധകാരത്തിന്റെ ചുഴിയിലേക്ക് ഗവൺമെന്റ്